ഹായ് ഓൾ. എൻ്റെ തമ്പ്നെയിൽ കണ്ടിട്ടായിരിക്കുമല്ലേ നിങ്ങൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. അതേ ചോദ്യം ഒരു യെസ് ഓർ നോ രൂപത്തിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും യെസ് എന്ന്. എൻ്റെ മോളോട് സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അവൾ പറയും നോ എന്ന്. എന്തിനാ അമ്മയെ വെറുതെ? ശരിയാ, ഒരേ ചോദ്യത്തിന് എല്ലാവരും ഒരേ ഉത്തരം പറയാൻ ഇത് കണക്കൊന്നുമല്ലല്ലോ. നമ്മൾ തനിച്ച് ജീവിച്ചു തീർക്കേണ്ട നമ്മുടെ ലൈഫല്ലേ. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. എന്തിനാ ഇപ്പോൾ മാരേജ്? സിംഗിൾ ലൈഫ് അടിപൊളിയല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ശരിയാണ്, ഇറ്റ്സ് എ ചോയ്സ്. കംപ്ലീറ്റ്ലി ഓരോ വ്യക്തിയുടെയും തീരുമാനമാണ്. സിംഗിൾ ലൈഫ് എടുക്കണോ അതോ മാരേജ് ലൈഫാണോ, ഇനിയിപ്പോൾ സെപ്പറേറ്റ് ആയതിനു ശേഷം സെക്കൻഡ് മാരേജ് വേണോ എന്നുള്ളതെല്ലാം ഓരോ വ്യക്തിയുടെയും തീരുമാനമാണ്. നമുക്കതിൽ കയറി അഭിപ്രായം പറയാനൊന്നും ഒരു റൈറ്റ്സും ഇല്ല. ഈ മാരേജ് ഇറ്റ്സെൽഫ് വലിയ നെഗറ്റീവ് സംഭവമൊന്നുമല്ല. എനിക്ക് തോന്നുന്നത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ ആ രണ്ട് വ്യക്തികൾ, അല്ലെങ്കിൽ കുടുംബങ്ങൾ, സൊസൈറ്റി, സോഷ്യൽ കണ്ടീഷനിങ്, ഇതൊക്കെയാണ് ശരിക്കുള്ള വില്ലന്മാരെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് നമ്മൾ രണ്ടാമതും കല്യാണം കഴിക്കണോ എന്നുള്ള ഒരു തോട്ട് വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് വരുന്നതും ഈ സംഭവങ്ങളൊക്കെ തന്നെയായിരിക്കും. ഈ ഒരു പോയിന്റിൽ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, എന്തിനാണ് ശരിക്കും കല്യാണം കഴിക്കണേ എന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, രണ്ടാമത് കല്യാണം കഴിക്കുന്ന ഒരുപാട് ആൾക്കാർ ഭയങ്കര ഹാപ്പിയായി അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ടില്ലേ. ശരിയാണ്, ഈ ഒരു തിരിച്ചറിവാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് നമുക്ക് ഒരു പാർട്ട്ണറിന് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് മ്യൂച്വൽ റെസ്പെക്റ്റോടു കൂടി സ്നേഹത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു തിരിച്ചറിവില്ലേ, അത് തന്നെയാണ് ആ റിലേഷൻഷിപ്പിനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ഇത് തന്നെയാണ് ഞാൻ മാരേജ് വേണോ എന്ന് ചോദിച്ചപ്പോൾ യെസ് എന്ന് പറയാനുള്ള മെയിൻ റീസണും. അടുത്തത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കൂടെ ഒരു പെൺകുട്ടിയാണെങ്കിൽ അത് മറ്റുള്ളവരിങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഏതൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിലും ആലോചിച്ചെടുത്തോളോ സൂക്ഷിച്ചെടുത്തോളോ കൂടെ പെൺകുട്ടിയാണ് ഉള്ളത്, അതെപ്പോഴും ഓർമ്മ വേണമെന്ന്. എനിക്കിതിങ്ങനെ കേൾക്കുമ്പോൾ എപ്പോഴും ഫീൽ ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമുക്കറിയാമല്ലോ, ഡെലിവറി കഴിഞ്ഞ സമയം മുതലേ നമുക്ക് ദൈവം തന്നിട്ടുള്ളത് പെൺകുട്ടിയാണെന്ന് നമുക്കറിയാം. ഇതിങ്ങനെ മറ്റുള്ളവർ റിമൈൻഡ് ചെയ്യണ സമയത്ത് അവരെ തന്നെ വാൺ ചെയ്യാണ്, നമുക്ക് വാർണിംഗ് തരികയാണ്, ഞങ്ങളെ സൂക്ഷിച്ചോളോ, ഞങ്ങൾ അപകടകാരികളാണ്, സമയം കിട്ടിയ അവസരം കിട്ടിയാൽ നിങ്ങളെ ഞാൻ ഉപദ്രവിക്കും എന്ന് അവരെ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിയല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കൂടെ കൂടെ റിമൈൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ പ്രോബ്ലം തന്നെയാണിതും. തെറ്റുകളൊക്കെ നോർമലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം തന്നെയാണിത്. ഒരു പാർട്ട്ണറെ നമ്മൾ വേണമെന്ന് ഡിസൈഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ, നമുക്കൊരു കുട്ടിയുണ്ടെങ്കിൽ അവരെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത് നമ്മളാണ്. അപ്പോൾ അതിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും നമ്മളാണ് ഏറ്റെടുക്കേണ്ടത്. ആ കുട്ടീനെ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിന് വേണ്ടിയിട്ട് അല്ല നമ്മളൊരു പാർട്ട്ണറെ സെലക്ട് ചെയ്യേണ്ടത്. ആ കുട്ടിക്ക് വേണ്ടിയിട്ടല്ല, ആ കുട്ടിക്ക് ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് നമ്മളൊരു പാർട്ട്ണറെ സെലക്ട് ചെയ്യേണ്ടത്. അടുത്തത് നമ്മുടെ പ്രായമാണ്. അത് 30, 40, 50, ഈവൻ 60 ആയിക്കോട്ടെ. പ്രണവ് മോഹൻലാൽ ഒരു മൂവിയിൽ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ലോകം നമ്മുടേത് കൂടിയാണെന്ന്. ഏത് പ്രായമായിക്കോട്ടെ, നമുക്കൊരു പാർട്ട്ണറെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കുന്നതുകൊണ്ട് യാതൊരുവിധ തെറ്റുമില്ല. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ തീരുമാനങ്ങളാണ്. അതിലിപ്പോൾ എന്ത് സംഭവിച്ചാലും അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ടോട്ടലി നമ്മളിതിനെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ഹെൽത്തിയായി ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം മാത്രമൊന്നുമല്ല, നമ്മുടെ അവകാശം കൂടിയാണ്. അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതും നമ്മൾ തന്നെയാണ്, ശരിയല്ലേ? അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ഇതിൻ്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.